അങ്ങനെ അലീന ബാലചന്ദ്രന്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നു. നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന ബബിതയോട് യാത്ര ചോദിക്കുകയാണ്. എന്നാൽ ബബിത സങ്കടമെല്ലാം ഉള്ളിൽ ഒതുക്കി പറയാണ്, എന്നോടൊന്നും ആരും യാത്ര ചോദിക്കേണ്ട എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറാണ്. പിന്നീട് അലീന കൃഷ്ണമോളോട് രോഹിത്തിനോടെല്ലാം യാത്ര പറഞ്ഞ് ഇറങ്ങാണ് കേട്ടോ ബാലചന്ദ്രന്റെ കൂടെ. അങ്ങനെ കാറിൽ കയറുന്നുണ്ട്. പോകും തോറും അലീന തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. പിന്നീട് അവർ കുറച്ചു ദൂരം യാത്ര ചെയ്തതും അലീന പറയാണ്, അച്ഛനെ എനിക്ക് എത്രമാത്രം ഇഷ്ടമാണെന്നോ, അതുപോലെ തന്നെ അച്ഛൻ എന്നെ മകളാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേൾക്കാൻ എന്ന് പറയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞില്ല ആദ്യമായി അച്ഛ എന്ന് വിളിക്കാൻ, അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്നു എന്ന് പറയാണ്. എന്നാൽ ബാലചന്ദ്രനൊക്കെ എല്ലാതും കേട്ട് മൂളാണ് കേട്ടോ. പിന്നെ അലീന ചോദിക്കുകയാണ്, അച്ഛന് ഞാൻ പോകുന്നതിൽ സങ്കടമൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. എനിക്കെന്തിനു സങ്കടം എന്ന് ദേഷ്യത്തിൽ ചോദിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. പക്ഷേ ബാലചന്ദ്രന് നല്ല സങ്കടമുണ്ട് ഉള്ളിൽ, പുറത്ത് പറയുന്നില്ല. അങ്ങനെ അവർ കുറച്ച് ദൂരം കൂടി പോയി. ബാലചന്ദ്രൻ പറയാണ്, നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവരവിടെ വണ്ടി നിർത്താണ്, സൈഡാക്കിയിട്ട് അവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, എനിക്ക് അവിടെ എന്താണ് ജോലി അച്ഛാന്ന് ചോദിക്കുകയാണ്. അവിടെ കുറേ പണികളുണ്ടാവും എനിക്ക് എന്നൊക്കെ കാര്യങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ അലീന. അപ്പോൾ ബാലചന്ദ്രൻ, അതൊന്നും ഇല്ല എന്നൊക്കെ പറയാണ്, ഞാൻ പറയാ വഴി എന്നൊക്കെ പറയാൻ കേട്ടോ ബാലചന്ദ്രൻ. അവിടെ ആരൊക്കെ ഉണ്ട് അച്ഛാ വീട്ടിലെന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, നിന്നെ ഞാൻ എവിടെ ആക്കാൻ പോകുന്നതെന്ന് അറിയുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, ഇല്ല എവിടെയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ പറയാണ്, സ്റ്റാൻലിൻ ജോസഫ് എന്നൊരു പട്ടാളക്കാരൻ്റെ വീട്ടിലാണ് നിന്നെ ഞാൻ ആക്കാൻ പോകുന്നതെന്ന് പറയാണ്. അപ്പോൾ തന്നെ അലീനയ്ക്ക് മനസ്സിലാവുകയാണ് ഇത് തൻ്റെ അച്ഛൻ്റെ പേരല്ലേ എന്നുള്ളതൊക്കെ അലീനയ്ക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ കരുതാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ഇപ്പോൾ തന്നെ നിനക്ക് കുറച്ചൊക്കെ മനസ്സിലായി കാണുമല്ലേ നീ ആരുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ അലീന പറയാണ്, അച്ഛൻ അതെ, വൈജയന്തി ആന്ധ്രയിലായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാണ് സ്റ്റാലിൻ ജോസഫ്, അങ്ങനെ അവരിൽ ഉണ്ടായതാണ് നീ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിന്നെ എനിക്ക് അങ്ങനെ എവിടെ ആക്കാൻ പറ്റില്ലല്ലോ, നിന്റെ അച്ഛൻ്റെ കയ്യിൽ തന്നെ ഞാൻ ഏൽപ്പിക്കുക എന്ന് പറയാൻ കേട്ടോ അലീനയുടെ അടുത്ത്. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വണ്ടിയിൽ ഇരുന്നുകൊണ്ടായിരുന്നു. ആ സമയത്ത് ഇതെല്ലാം പറയുമ്പോൾ ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ചെറുതായി നിയന്ത്രണം വിട്ട് പോവുകയാണ്. എന്നാൽ തലനാരി ഇഴയ്ക്ക് അവർ രക്ഷപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അലീന പറയാണ്, നമുക്ക് കുറച്ച് ഇവിടെ നിർത്തിയിട്ട് പോകാമെന്നുള്ളതൊക്കെ പറയുകയാണ്. ഇതിനിടയിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. എന്നാൽ അലീനയ്ക്ക് അതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, പറ്റണില്ല. അങ്ങനെ അവർ വണ്ടി പിന്നെയും സൈഡാക്കുകയാണ്. എന്നിട്ട് അവിടെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ അലീനയും ബാലചന്ദ്രനും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് യാത്ര തിരിച്ച് അങ്ങനെ സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്ടിലെത്താണ്. അതൊക്കെ തുടർന്ന് സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന പുതിയ വിശേഷങ്ങളെല്ലാം ചാനലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണാം. അതുപോലെ തന്നെ അലീനയ്ക്ക് ടെൻഷനുണ്ട്, അച്ഛൻ എന്ത് സ്വഭാവമായിരിക്കും, എങ്ങനത്തെ ആളായിരിക്കും, അന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തിയ ആ ആളാണെന്നുള്ള കാര്യങ്ങളൊന്നും അലീനയ്ക്ക് അറിയില്ല കേട്ടോ. സ്റ്റാലിൻ ജോസഫ് അതാണെന്നൊന്നും. അന്ന് ബാലചന്ദ്രൻ വേറൊരു പേര് പറഞ്ഞാണ് സ്റ്റാലിൻ ജോസഫിനെ പരിചയപ്പെടുത്തിയത് കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് അലീനയ്ക്ക് ആകെ ടെൻഷനാണ്, ആരാണ് എന്താണ് എന്നൊന്നും അറിയാത്തതുകൊണ്ട്. അങ്ങനെ അവരവിടെ